നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. S6-ലും നമ്മൾ മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സ് ഇടാനൊരു പ്ലാനുണ്ട്. S7-ലുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കോമൺ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഓൾറെഡി പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5 തുടങ്ങാം. ലാസ്റ്റ് മൊഡ്യൂൾ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂൾ കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പഠിക്കാൻ. ആകെ കുറച്ച് പോളിസീസും NDMA അങ്ങനെ കുറച്ച് 4 ലെറ്റർ വേർഡ്സും പഠിച്ചാൽ ഇത് മൊത്തം തീർന്നു. ഈ മൊഡ്യൂൾ മൊത്തം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ, NDMA സ്ട്രക്ചർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, NDMP, സെൻഡൈ ഫ്രെയിംവർക്ക്, NDRF, SDMA, ലോക്കൽ ഗവൺമെൻറ് റോൾസ്, കുറേ 4 ലെറ്റർ വേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഇവർ പറയുന്നത് പറഞ്ഞാൽ വാട്ട് ആർ ദ കോമൺ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വിച്ച് ഒക്കേഴ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മളെ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്ക്, അതൊക്കെ അല്ലേ കോമൺ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ഇന്ത്യ. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണല്ലോ നമ്മളെ സിലബസിൻ്റെ പേര്, ടോപ്പിക്കിൻ്റെ പേര്. അപ്പം ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കീ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും ഉയർന്ന തലവൻ ആരാ? അതാണ് NDMA. ഓക്കെ, NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, ഇതാണ് നമ്മളെ ടോപ്പ് ലെവൽ ഏജൻസി. ഇനി NDMA എന്നാരാ വരുന്നത്? ടോപ്പ് ലെവൽ ഏജൻസിയിലാണ്. ഇവിടെയാണ് നമ്മളെ പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് NDMA. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? ഇവർ കുറേ നാഷണൽ പോളിസീസും ഗൈഡ് ലൈൻസും പ്ലാൻസും ഒക്കെ ഉണ്ടാക്കാൻ ഇവരാണ് കാരണം. ഇനി ഇവിടെ നമ്മൾ നേരെ വരുന്നത് NDMP എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. അപ്പം NDMA ആണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഒറിജിനൽ ഇത് വെച്ച് കേൾക്കാം. നമുക്ക് NDMA ഉണ്ട്. NDMA നേരെ എന്താ ഉണ്ടാക്കുന്നത്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. ഇതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു റൂൾ ബുക്കാണെന്ന് പറയാം. റൂൾ ബുക്ക് എന്താണ്? വിച്ച് സ്റ്റേറ്റ്സ് ദ ഗോൾസ്, മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ റെഡ്യൂസിങ് ഡിസാസ്റ്റർ. ഓക്കെ, ആൻഡ് ഓൾസോ റെസ്പോണ്ടിങ് ഇമ്മീഡിയറ്റ്ലി. ഇനി നമുക്ക് അടുത്തുള്ളതാരാ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരാണ് ദ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫീൽഡ് അല്ലേ, റിസർച്ച് ആം എന്ന് പറയാം, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ദ ട്രെയിൻ പീപ്പിൾ, ദ റൺ വർക്ക്ഷോപ്സ് ആൻഡ് ഡു റിസർച്ച്. ഓക്കെ, എന്തിനാ? ടു ഇംപ്രൂവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്കിൽസ് അക്രോസ് ദ കൺട്രി. ഇനി പിന്നെ നമുക്ക് ആരാ ഉള്ളത്? അപ്പം ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ട്രെയിൻ ചെയ്യും അല്ലേ, ആൾക്കാരെല്ലാം ട്രെയിൻ ചെയ്യും. എന്തിനാ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എല്ലാം നടത്താൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഓരോ സ്റ്റേറ്റ് വെച്ച് നോക്കിയാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതിൽ നമ്മളെ പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസ് എല്ലാം ഇറക്കുന്നത്. പിന്നെ നമുക്കുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇവർ ട്രെയിൻ ചെയ്യുന്ന റിസർച്ച് അതെല്ലാം അവിടെയാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. എവറി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, അപ്പം ഓരോ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഇവിടുത്തെ ഇത് ലീഡ് ചെയ്യാനുള്ളത്. അവിടെ പ്രൈം മിനിസ്റ്റർ, ഇവിടെ ചീഫ് മിനിസ്റ്റർ. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ സ്റ്റേറ്റ് ലെവലിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് ക്യാരി ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പം NDMA നാഷണലിയും SDMA സ്റ്റേറ്റ് ലെവലിലും. ഇനി ഉള്ളത് നമുക്ക് ഡിസ്ട്രിക്ട് ലെവലുണ്ട്, അത് വലിയ കാര്യമില്ല. പിന്നെ നമുക്കുള്ളത് എന്താ? സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിനി വിചാരിക്കും, സ്റ്റേറ്റ് ആയി ഡിസ്ട്രിക്റ്റ് ആയി ഇനി അതിലും ചെറുത്. അല്ലല്ല, സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലെവലിലുള്ള, ഓക്കെ, ഈ ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻ്റ് എന്ന് പറയാം. ദിസ് സെൻഡായി ഫ്രെയിംവർക്ക് ഈസ് ഫോളോഡ് ബൈ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? എന്തിനാണ് ഈ ഒരു സെൻഡായി ഫ്രെയിംവർക്ക് ഇറക്കിയത് തന്നെ? ടു റെഡ്യൂസ് ഡിസാസ്റ്റർ. അപ്പം ഈ സെൻഡായി ഫ്രെയിംവർക്ക് തന്നെ 7 ഗ്ലോബൽ ടാർഗറ്റ്സ് ഉണ്ടാവും, 4 മെയിൻ പ്രയോറിറ്റീസ് ഉണ്ടാവും. ഓക്കെ, 7 ഗ്ലോബൽ ടാർഗറ്റ്സ് ഉണ്ടാവും, 4 മെയിൻ പ്രയോറിറ്റീസ് ഉണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താണ്, ഗ്ലോബൽ റോഡ് മാപ്പ് എന്ന് പറയാം. ഓക്കെ, ടു റെഡ്യൂസ് അല്ലെങ്കിൽ ടു മാനേജ് ഡിസാസ്റ്റർ. അപ്പം എല്ലാം ആയല്ലോ. അപ്പം ഇതെല്ലാം മനസ്സിലായി തോന്നുന്നു. ഇനി നമുക്ക് തുടങ്ങാം. അപ്പം കോമൺ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, ഇത്രയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായാൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ മൊഡ്യൂൾ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞു, ഒരു 80% കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എഴുതേണ്ട പോയിൻറ്റ്സ് ആണ്. അപ്പം ടിപ്പിക്കൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഫ്രീക്വൻറ്റ്ലി ഒക്കർ ഇൻ ഇന്ത്യ 10 മാർക്കിനൊക്കെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. സെയിം സാധനം തന്നെ, നാച്ചുറൽ മാൻമെയ്ഡ് ഒക്കെ.
Common disasters in India. India is highly prone to multiple natural and man-made, human-made disasters due to its vast geography, climate diversity, population density and developmental challenges. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, സൈക്ലോൺസ്, അതൊക്കെയാണ്. അപ്പോൾ ഫ്ലഡ് എന്ന് പറയുമ്പം ഫ്ലഡ് എവിടെയൊക്കെയാണ് വരുന്നത്? ആസാം, ബീഹാറിൽ, യു പിയിൽ ഇവിടെയൊക്കെയാണ് മോസ്റ്റ്ലി ഫ്ലഡ് വരുന്നത്. സൈക്ലോൺസ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത്. എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ് കാരണമാണ് എർത്ത് ക്വേക്ക് വരുന്നത് അല്ലേ. അത് മെയിൻലി വരുന്നത് എവിടെയാണ്? ഹിമാലയാസ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഗുജറാത്ത്. ഓക്കെ. ലാൻഡ് സ്ലൈഡ്സ് എവിടെ വരുന്നത്? കോമൺലി ഇൻ ഹിമാലയൻ സ്റ്റേറ്റ്സ് ആൻഡ് വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ വല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. ഫ്ലഡ്സ് എന്ന് പറയുമ്പോൾ ഇതാ രണ്ട് ഉണ്ട് അല്ലേ. അപ്പം ആസാമിൽ എന്താ 2 എസ് ഉണ്ട്. അപ്പോൾ 2 എസും ആസാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അടുത്ത് പറയുന്നത് എന്താ? ബീഹാർ. ആസാം ബീഹാർ AB. ഓക്കെ. അപ്പോൾ 2 എണ്ണം അവിടെ. സൈക്ലോൺസ് ഒഡീഷ. ഓക്കെ. സൈക്ലോൺസിലപ്പം എവിടെയാണ് സൈക്ലോൺസ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? ഒഡീഷ നമുക്ക് പറയാം. അപ്പം എന്താ? ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഒഡീഷാൻ. ഓക്കെ. പിന്നെ നമുക്ക് എർത്ത് ക്വേക്ക് എവിടെയൊക്കെ വരുന്നത്? എർത്ത് ക്വേക്ക് ഹിമാലയ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഗുജറാത്ത്. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പം EFGH അതിൽ F അങ്ങ് കട്ട് ചെയ്യുക. അപ്പം എർത്ത് ക്വേക്ക് ഈസ് നോർമലി ഒക്കറിങ് ഇൻ ഗുജറാത്തും ഹിമാലയം. ഇത് പഠിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമതൊരു പോയിന്റ് കിട്ടുമല്ലോ എല്ലാത്തിനും. ലാൻഡ് സ്ലൈഡ്സ് ആണെങ്കിൽ ഹോംവർക്ക്, ഹിമാലയനും വെസ്റ്റേൺ ഗാർഡ്സ്. അത് നിങ്ങൾ ഇനി പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്ലഡ്സ് 2 O ഉണ്ട്. അപ്പോൾ ആസാം, ബീഹാർ. സൈക്ലോൺസ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. എർത്ത് ക്വേക്ക് ആണെങ്കിൽ EFGH, ഗുജറാത്തും ഹിമാലയാസും. അപ്പം നമുക്ക് ഇനി നോക്കിയാൽ എന്താണ് ഫ്ലഡ് എങ്ങനെ ഒക്കർ ചെയ്യണേ? ഹെവി മൺസൂൺ റെയിൻഫോൾ കാരണമാണ്, അല്ലെങ്കിൽ ഡാം ഓവർഫ്ലോ കാരണം, അല്ലെങ്കിൽ റിവർ സ്വെല്ലിംഗ് കാരണം. സൈക്ലോൺസ് എന്ന് പറയുമ്പം അറിയാമല്ലോ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നതെന്നെല്ലാം. ഒക്കർ ഇൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ. അവിടെ നിന്നായിരിക്കും സൈക്ലോൺസ് എമർജ് ചെയ്യുന്നത്. പിന്നെ എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ് കാരണമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചത്. ലാൻഡ് സ്ലൈഡ്സ് റെയിൻഫോൾ, ഇറോഷൻ, എർത്ത് ക്വേക്സ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ കാരണം ഉണ്ടാകുന്നത്. പിന്നെ ഡ്രോട്ട്സ് പറഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രാജസ്ഥാനിലാണെന്ന്. അത് മാത്രം എഴുതിയാൽ മതി. മൺസൂൺ ഫെയിലിയർ, അതായത് മഴ പെയ്യാതിരിക്കുക, റെയിൻഫോൾ ഇല്ലെങ്കിൽ എന്താ വരാം? ഡ്രൗട്ട് വരും അല്ലേ. പിന്നെ കർണാടകയിലും ഡ്രൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സുനാമി 2004 കേരളയിലും തമിഴ്നാട്ടിലും എല്ലാം വന്നായിരുന്നല്ലോ. ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള സുനാമി. സിവിയർ ഡാമേജ് ഇൻ തമിഴ്നാട്, കേരള, ആൻഡമാൻ. ഓക്കെ. അതെങ്ങനെ സുനാമി വരുന്നത്? സീ വേവ്സ് ജനറേറ്റഡ് ബൈ അണ്ടർ സീ എർത്ത് ക്വേക്ക് ആൻഡ് വോൾക്കാനിക് ആക്ടിവിറ്റീസ്. ഇനി മാൻമെയ്ഡും ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കിയാൽ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഗ്യാസ് ലീക്ക് കാരണം ഉണ്ടായ എന്ത് ഗ്യാസാണ് അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി പഠിച്ചതെന്ന് തോന്നുന്നു. മിഥൈൽ ഐസോസയനൈറ്റ് എന്ന ഗ്യാസ് ആയിരുന്നു ഭോപ്പാലിലന്ന് ലീക്കായത്. ഓക്കെ. അപ്പോൾ ഗ്യാസ് ലീക്സ് വരും, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസിൽ പെടും. പിന്നെ എക്സ്പ്ലോഷൻസ്, കെമിക്കൽ റിലീസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഈ കെമിക്കൽ റിലീസ് എല്ലാം കൂടി ആ കെമിക്കൽ നമ്മൾ ശ്വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മളെ ടോക്സിക് ഗ്യാസ് ആണല്ലേ. അപ്പോൾ ഇത് നമ്മളെ ലങ്സിനെല്ലാം അഫക്റ്റ് ചെയ്ത് റെസ്പിറേറ്ററി ഇൽനെസ്സും ക്യാൻസറും ഒക്കെ വരെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഫയർ ആക്സിഡൻസ് പറയുമ്പോൾ അർബൻ ഫയർ ഉണ്ട്, മാർക്കറ്റ് ഫയർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫയർ ഉണ്ട്. അർബൻ ഫയർ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, സിറ്റി ഏരിയസിൽ വരുന്ന ഫയറാണ്. പിന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഷോപ്സ് എവിടെയൊക്കെയാണോ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെയൊക്കെ ഫയർ വരാണെങ്കിൽ മാർക്കറ്റ് ഫയർ എന്ന് പറയും. പിന്നെ ഇൻഡസ്ട്രിയൽ ഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടറീസ്, പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് അവിടെയൊക്കെ ഉണ്ടാകുന്ന ഫയറാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ റോഡ് ആക്സിഡൻറ്റ്, റെയിൽ ആക്സിഡൻറ്റ്, എയർ ആക്സിഡൻറ്റ്, മാരിടൈം ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ സീയിലെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഷിപ്പും കൂടി വന്ന് കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ ഷിപ്പിൽ ഓയിൽ ടാങ്കൊക്കെ ഉണ്ടാവുമല്ലോ, ഓയിൽ ടാങ്കേഴ്സിന് ഓയിൽ സ്പില്ലെല്ലാം ഉണ്ടാകുന്നത്. അപ്പം എന്തൊക്കെ ഷിപ്പിൽ നടക്കുന്നത് ആക്സിഡൻസ് ദാറ്റ് ഒക്കർ ഇൻ ദ ഷിപ്പ്, മാരിടൈം ആക്സിഡൻറ്റ്സ്. ഷിപ്പല്ലല്ലോ, ആക്സിഡൻസ് ദാറ്റ് ഒക്കർ ഇൻ ദ സീ. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓയിൽ സ്പിൽസ് ഇവിടെയും വരും. റിവർ കണ്ടാമിനേഷൻ, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താ? മറ്റേ വേസ്റ്റ് വാട്ടർ ആണ് അല്ലേ. വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രീസിൽ നിന്നെല്ലാം വരുന്ന വേസ്റ്റ് വാട്ടറാണ്. ഇനി ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഹസാർഡ്സിൽ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സ്പ്രെഡ് ഓഫ് ഡിസീസസ്. എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അപ്പം ഡിസീസ് എല്ലാം സ്പ്രെഡ് ആവുന്നതിനാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. പിന്നെന്താ? കെമിക്കൽ ഹസാർഡ്സിൽ ടോക്സിക് റിലീസ് നമുക്കറിയാം നല്ലതല്ല നമ്മളെ ബോഡിക്ക്. ലങ് ഡിസീസും ഹാർട്ടിന് പ്രശ്നവും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ കയറിയാലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ നമുക്കറിയാം. നാച്ചുറൽ എന്ന് പറയുമ്പോൾ കോസ്ഡ് ബൈ നാച്ചുറൽ ആക്ടിവിറ്റീസ്, എൻവയൺമെൻറ്റൽ പ്രോസസ്സസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ഡ്രൗട്ട്, ലാൻഡ് സ്ലൈഡ്. അങ്ങനെ മാൻമെയ്ഡ് ആണെങ്കിൽ കോസ്ഡ് ബൈ ഹ്യൂമൻ നെഗ്ലിജൻസ്,
ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അത് അണയ്ക്കാൻ മറന്നു വേണ്ട. പിന്നെ ഫെയിലിയർ, ഇൻഡസ്ട്രിയൽ ലീക്സ്. ഓക്കെ, ഇമ്പാക്റ്റ് സിവിയറിറ്റി ഡിപ്പെൻസ് ഓൺ എക്സ്പോഷർ ആൻഡ് വൾണറബിലിറ്റി. എക്സ്പോഷറും വൾണറബിലിറ്റിയും. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാൽ അതിൻ്റെ സിവിയറിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ എത്രത്തോളം ആ ഒരാൾ മനുഷ്യൻ എക്സ്പോസ് ആയിന്ന്, പിന്നെ എത്രത്തോളം വൾണറബിളാണ്. ഇപ്പോൾ ഓൾഡ് ഏജിനെല്ലാം കൂടുതൽ വൾണറബിളാണ് അല്ലേ, അല്ലെങ്കിൽ ചിൽഡ്രനും കൂടുതൽ വൾണറബിൾ ആയിരിക്കും ടു ഡിസാസ്റ്റർ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇനിയാണ് നമ്മളെ മറ്റേ 4 ലെറ്റർ വേർഡ്സ് എല്ലാം കയറി വരാൻ പോകുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ 5-6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലീഗൽ അറേഞ്ച്മെൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റോൾ കോമ്പോസിഷൻ ഓഫ് NDMA. NDMA എന്താ, നമ്മൾ ആദ്യത്തെ ടോപ്പ് ലീഗിലുള്ള ആളാണ് അല്ലേ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. പിന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ റോൾ എന്താണ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലെജിസ്ലേഷൻ. പിന്നെ സ്റ്റേറ്റ് ദ കോമ്പോസിഷൻ ആൻഡ് റോൾ ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി NEC. പിന്നെന്താ, റോൾ ഓഫ് NDRF വിത്ത് റെസ്പെക്ട് ടു നാഷണൽ പോളിസി. റോൾ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ, മറ്റേ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആവും. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ദ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 3 മാർക്കിന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാം മറ്റേ 4 ലെറ്റർ വെച്ചുള്ള കളിയാണ്. നോക്കാം. ഇന്ത്യ ഫോളോസ് എ സ്ട്രക്ചേർഡ് ടോപ്പ് ഡൗൺ പ്ലസ് ബോട്ടം അപ്പ് ഫ്രെയിംവർക്ക് അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. DM ആക്ട് അഥവാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഓഫ് 2005 അനുസരിച്ചാണ് നമ്മൾ ഇന്ത്യയിലെ ഓരോ ഡിസാസ്റ്ററും മാനേജ് ചെയ്യാൻ ഫോളോ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് എൻഷുറിങ് കോർഡിനേഷൻ അറ്റ് ഓൾ ലെവൽ എൻഷുറിങ് ഹൈ ലെവൽ ഓഫ് കോർഡിനേഷൻ. ടോപ്പ് ഡൗൺ അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഹെഡായ പ്രൈം മിനിസ്റ്റർ. ഏപെക്സ് ബോഡി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസ്, ഗൈഡ് ലൈൻസ് ആൻഡ് കോർഡിനേഷൻ. ഓരോ പോളിസീസ് ഇറക്കുന്നതും ഗൈഡ് ലൈൻസ് ഇറങ്ങുന്നതും പ്രോപ്പർ കോർഡിനേഷൻ എല്ലാം കാണിച്ചു കൊടുക്കുന്നതുമെല്ലാം നമ്മളെ NDMA ആണ്. ഇറ്റ് പ്രിപ്പയർസ് നാഷണൽ പ്ലാൻസ് ആൻഡ് അപ്രൂവ്സ് നാഷണൽ ഗൈഡ് ലൈൻസ്, coordinates with ministries, armed forces and NDRF. ഓക്കെ, ഇതിൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മളെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, ഹെഡ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണോ. ഓക്കെ, ആൻഡ് NDMAയിൽ മാക്സിമം ഓഫ് 9 members. ഓക്കെ, ഇൻക്ലൂഡിങ് ദ വൈസ് ചെയർപേഴ്സണും കൂടി കൂട്ടിയിട്ട് 9 പേരെ പാടുള്ളൂ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ അല്ല, വൈസ് ചെയർപേഴ്സണും കൂടി കൂട്ടിയിട്ട് 9 members. ഇനി NEC, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതെന്താ, ഇറ്റ് അസിസ്റ്റ് ദ NDMA. അപ്പോൾ NDMA നമ്മൾ പറഞ്ഞല്ലോ, ഈ NDMAന് അസിസ്റ്റൻസ് ആരാ കൊടുക്കുന്നത്, നമ്മളെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇനി ഇംപ്ലിമെൻറ്റിംഗ് ദ നാഷണൽ പ്ലാൻ, ഇവർക്കൊന്നും ചെയ്യാൻ അറിയില്ല, അങ്ങനെയല്ല. NDMAനെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും, ഈ പ്ലാൻ ഉണ്ടാക്കാൻ നമ്മളെ NEC ആണ് അല്ലേ, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇറ്റ് ഈസ് ചെയർഡ് ബൈ യൂണിയൻ ഹോം സെക്രട്ടറി, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, യൂണിയൻ ഹോം സെക്രട്ടറി. മെമ്പേഴ്സ് ആരാ, സെക്രട്ടറീസ് ഓഫ് കീ മിനിസ്ട്രീസ്. ഓക്കെ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് NECയും ഇവന്മാരും കൂടി കൊളാബ് ചെയ്തിട്ടാണ്, NDMAയും കൂടി കൊളാബ് ചെയ്തിട്ടാണ്. NDMA അല്ല, NDMA. പിന്നെ കോർഡിനേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് അക്രോസ് മിനിസ്ട്രീസ്, എൻഷുർ കംപ്ലയൻസ് വിത്ത് NDMA ഗൈഡ് ലൈൻസ്. ഓക്കെ, NDMA ആയിട്ടാണ് കൊളാബ് ചെയ്യുന്നത്, അപ്പോൾ NDMAയുടെ ഗൈഡ് ലൈൻസ് എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ NDRF എന്താ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, റെസ്പോൺസ് ഫോഴ്സ്, സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്. ഓക്കെ, പ്രൊഫഷണൽ ബറ്റാലിയൻസ് ട്രെയിൻഡ് ഫോർ ഫ്ലഡ്, ക്വേക്ക്, കെമിക്കൽ, ബയോളജിക്കൽ ഇൻസിഡൻസ്. ഇത് നമ്മളെ മറ്റേ വോളണ്ടിയേഴ്സ് അല്ല, ഇപ്പോൾ ഒരു കേരളത്തിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഉള്ള വോളണ്ടിയേഴ്സ് അവരല്ല. NDRF എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് റെസ്ക്യൂ ഫോഴ്സ് ആണ്. ഓക്കെ, ദീസ് ആർ ട്രെയിൻ ഫോർ ഫ്ലഡ്, earthquake, chemical or biological incidents. Works under the NDMA but deployed by MHA. Okay, works under the NDMA but deployed by MHA. അപ്പോൾ ആക്ച്വലായിട്ട് ഈ NDRF എന്ന ഫോഴ്സിനെ സെൻഡ് ചെയ്യുന്ന ആരാ, ഡിസാസ്റ്റർ സ്പോട്ടിലോട്ട് സെൻഡ് ചെയ്യുന്ന ആരാ, നമ്മളെ MHA അല്ലെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. ഓക്കെ, അവരാണ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോൾ അവരെ എത്ര പേരെ കൊണ്ടുപോകണം, എപ്പോൾ കൊണ്ടുപോകണം, എവിടെ ഇവരെ ഡിപ്ലോയ് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്താ ഉള്ളത്, അടുത്ത NIDM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലേ, നമ്മളെ മറ്റേ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആം എന്ന് പറയുന്നത്. യെസ്, ഏപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റിസർച്ച്. കപ്പാസിറ്റി ബിൽഡിംഗ് നമ്മൾ മൊഡ്യൂൾ 4 ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ളത്.
കണ്ടക്ട്സ് വർക്ക്ഷോപ്പ്, ട്രെയിനിങ്, സിമുലേഷൻസ്, അക്കാഡമിക് കോഴ്സസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോന്നും ഒരു 4 ലെറ്റർ വേർഡ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, 4 ലെറ്റർ വേർഡ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, അത് എന്താണ് ഓരോന്നും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തന്നെ നമുക്ക് 2-3 പോയിൻ്റൊക്കെ തള്ളി നീക്കാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ് ലെവൽ, അപ്പം നമ്മൾ ഇത്രയും നേരം നാഷണൽ ലെവലിലായിരുന്നു പറഞ്ഞത്. പിന്നെ സ്റ്റേറ്റ് ലെവൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതല്ലേ സ്റ്റേറ്റിലുള്ള എല്ലാം. ഇവന്മാരെ ഹെഡ് ആരാ? ചീഫ് മിനിസ്റ്റർ. പ്രിപ്പയർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. കൊള്ളാം. NDMA, NDMP, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. ഓക്കെ, അതായിരിക്കും എടുക്കുന്നത്. പിന്നെന്താ സ്റ്റേറ്റ് ആണെങ്കിലോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, പിന്നെന്താ നമുക്കുള്ളത്? കോർഡിനേറ്റ്സ് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റിന് എന്തായാലും മുകളിലോട്ട് റൂൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടിയിലുള്ള ഡിസ്ട്രിക്ട് അതോറിറ്റീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സ്റ്റേറ്റിനെ കൊടുക്കുക ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നോക്കാം. ചെയർഡ് ബൈ ചീഫ് സെക്രട്ടറി, ഇംപ്ലിമെൻറ്റ്സ് SDMA പോളിസീസ്. ഓക്കെ, അപ്പോൾ SDMA പറയുന്ന പോളിസീസ്, SDMA എന്താണ് പോളിസീസ് ഉണ്ടാക്കുന്നില്ല പറഞ്ഞല്ലോ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനത്തെ പ്ലാനും പോളിസീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മളെ SCC ആണ്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഡിസ്ട്രിക്ട് ലെവൽ. കൊള്ളാം. ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ DDMA. കൊള്ളാം. അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഇവരെന്താ ചെയ്യുന്നത്? ചെയർഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ SDMAയിൽ ചീഫ് മിനിസ്റ്റർ, ഇവരെന്താ ഡിസ്ട്രിക്ട് കളക്ടർ. പ്രിപ്പയർസ് ഡിസ്ട്രിക്ട് പ്ലാൻ. എല്ലാം ഒരേ ഉത്തരം തന്നെ. ഒരാൾ ഇതെന്താണ് ചെയർഡ് ബൈ ആരാണ്? പ്ലാൻ ഉണ്ടാക്കുന്നു. കോർഡിനേറ്റ്സ് ലോക്കൽ റെസ്പോൺസ്, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇനി ലോക്കൽ ഗവൺമെൻറ്. തീർന്നില്ല. ലോക്കൽ ഗവൺമെൻറ്റിൽ ആരൊക്കെയുള്ള? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് എല്ലാം അല്ലേ. ഇംപ്ലിമെൻറ്റ് ബിൽഡിംഗ് കോഡ്സ് ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഇവന്മാരുണ്ടാക്കുന്ന പ്ലാനിനെ ഇവന്മാർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇവന്മാരുണ്ടാക്കുന്ന പ്ലാനിനെ ഇവന്മാർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇവന്മാരുണ്ടാക്കുന്ന പ്ലാനെ അതവിടെ പോയി. ഇവന്മാരുണ്ടാക്കുന്ന പ്ലാനെ ഇവന്മാർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അല്ല, ഇവന്മാർ രണ്ടുപേരും കൂടി ചേർത്തിട്ടാണ് പ്ലാൻ ഉണ്ടാക്കുന്നത് അല്ലേ. അസിസ്റ്റ് NDMA ഇൻ ഇംപ്ലിമെൻറ്റിംഗ് നാഷണൽ പ്ലാൻ. അല്ല, ഇവന്മാർ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. കൊള്ളാം, എളുപ്പം പഠിക്കാൻ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് ലീഗൽ അറേഞ്ച്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതിന് മുന്നേ ഇത് നോക്കട്ടെ. ഇംപ്ലിമെൻറ്റ് ബിൽഡിംഗ് കോഡ്സ് ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, ക്യാരി ഔട്ട് അവയർനെസ് പ്രോഗ്രാം, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ റോളാണ്. പിന്നെന്താ മെയിൻറ്റെയിൻ ഷെൽട്ടേഴ്സ് ആൻഡ് വാർണിംഗ് സിസ്റ്റംസ് ആൻഡ് ലോക്കൽ റിസോഴ്സസ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ടു എമർജൻസി. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആദ്യം ഇവരായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ വരുന്നത്. പിന്നെ കണ്ടക്ട് ഇവാക്വേഷൻ ആൻഡ് കോർഡിനേറ്റ് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ്. നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? ഇല്ല. അങ്ങനെ ഇനി ലീഗൽ അറേഞ്ച്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഡിഫൈൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഫ്രം നാഷണൽ ടു ലോക്കൽ ലെവൽ. ഓക്കെ, നമ്മൾ ഇന്ത്യ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഫോളോ ചെയ്തിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഫ്രം നാഷണൽ ടു ലോക്കൽ ലെവൽ ഇറ്റ് ഡിഫൈൻസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, പ്രൊവൈഡ്സ് ലീഗൽ ബാക്കിംഗ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ്, എസ്റ്റാബ്ലിഷസ് NDMA, SDMA, DDMA, NIDM, NDRF എന്താ മറ്റേ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അല്ലേ. പിന്നെ എൻഷുവേഴ്സ് റോൾസ്, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓൾ അതോറിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഇതാരാ ഇറക്കുന്നത്? നമ്മളെ NEC, NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കും. പിന്നെ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NEC ഉണ്ട് അല്ലേ. NEC ഉണ്ട്, അസിസ്റ്റ് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്, റൂൾ ബുക്ക് പോലെയാണെന്ന് പറഞ്ഞു. നോക്കാം. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡിസ്കസ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NDMP, സേ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെയിൻ എലമെൻറ്റ്സ് ഓഫ് NDMP, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് NDME, ഒബ്ജക്റ്റീവ്സ് ഓഫ് NDMP, ഇന്റർറിലേഷൻ ഓഫ് NDMP വിത്ത് അതർ നാഷണൽ പോളിസീസ്. 3 മാർക്കിന് വെച്ചു. ഓക്കെ, അപ്പം NDMP എന്താ? ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താ? ടു മിനിമൈസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എന്തായിരിക്കും ഒബ്ജക്റ്റീവ്സ്? ടു മിനിമൈസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് property, to strengthen institutional structure and financial disaster management capabilities, to promote community based disaster management. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിറ്റീനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് എന്താണ് ഡിസാസ്റ്ററൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിത്ത് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, ബിൽഡ് റെസിലിയൻസ് ആൻഡ് റെഡ്യൂസ് ദ വൾണറബിലിറ്റി ആൻഡ് ബിൽഡ് റെസിലിയൻസ്. ഇനി ഒരെണ്ണം വന്നാൽ അതിന് നമ്മൾ എന്തോ ആയിക്കോട്ടെ നമ്മളത് നോക്കിക്കോളാം എന്നുള്ള ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്യുന്നത് ഇവരെ ഒരു ഒബ്ജക്റ്റീവാണ്, NDMPൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. Key features or elements. Holistic approach covering prevention, mitigation, preparedness, response and recovery. അപ്പം NDMPൻ്റെ തന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. മൾട്ടി ഹസാർഡ് അപ്രോച്ച് കവറിങ് ഓൾ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്.
എംഫസിസ് ഓൺ ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് സിസ്റ്റം എന്താ, പെട്ടെന്ന് പറയാൻ, എന്നാലല്ലേ ആൾക്കാർ പ്രിപ്പയർഡ് ആയി നിൽക്കത്തുള്ളൂ. എന്തെങ്കിലും ഡിസാസ്റ്റർ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ നോട്ടിഫിക്കേഷൻ സിഗ്നൽസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ടു സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അതും നമ്മൾ NDMPൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഹോളിസ്റ്റിക് അപ്രോച്ച്, മൾട്ടി ഹസാർഡ് അപ്രോച്ച്, മെയിൻ സ്ട്രീമിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ഫോക്കസ് നമ്മൾ നേരത്തെ പറഞ്ഞു മോഡ്യൂൾ 4. ക്ലിയർ റോൾസ് ഫോർ NDMA, SDMA ആൻഡ് DDMA. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. എല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആണ് അല്ലേ. ഇന്റർ റിലേഷൻ വിത്ത് അതർ നാഷണൽ പോളിസീസ്. NDMP അലൈൻസ് വിത്ത് നാഷണൽ വാട്ടർ പോളിസീസ്, ഫ്ലഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസീസ്, എൻവയോൺമെൻറ്റൽ പോളിസീസ്, ഹെൽത്ത് പോളിസീസ്. നമ്മൾ നേരത്തെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, എന്താ ഇവർ ഇന്റർ റിലേഷൻ വിത്ത് NDMP ആൻഡ് അതർ പോളിസീസ് എന്ന് ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ അതാണ് NDMP അലൈൻസ് വിത്ത് നാഷണൽ വാട്ടർ പോളിസീസ്, നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസീസ്, എൻവയോൺമെൻറ്റൽ പോളിസീസ്, ഹെൽത്ത് പോളിസീസ്, അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ്. ഓക്കെ, പിന്നെന്താ സെൻഡായി ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിയാറായി. ഇത് ഭയങ്കര എളുപ്പമുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നു, പിന്നെ NEC ഉണ്ടായിരുന്നു ഇവന് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇതുണ്ടായിരുന്നു. ഇവൻ ഡെവലപ്പ് ചെയ്യുന്ന പോളിസീസ് NDMP. ഓക്കെ, ഇവനും കൂടി അതിനെ അസിസ്റ്റ് ചെയ്യും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. SDMA എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസ് ഉണ്ടാക്കുന്നു. പിന്നെ DDMA. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാക്കുന്നു. പിന്നെ NDRF. ഓക്കെ, പിന്നെ NIDM. കണ്ട ലോഡ് 4 ലെറ്റർ വേർഡ് ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ വരുന്നത് സെൻഡായി ഫ്രെയിംവർക്കാണ് അങ്ങ് തലവൻ. ഓക്കെ, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, ടാർഗറ്റ്സ് ആൻഡ് പ്രയോറിറ്റീസ് ഫോർ ദ ആക്ഷൻ ഓഫ് സെൻഡായി ഫ്രെയിംവർക്ക്. 14 മാർക്കിന് ചോദിച്ചാൽ ലിസ്റ്റ് ഗ്ലോബൽ ടാർഗറ്റ്സ് ഫോർ സെൻഡായി ഫ്രെയിംവർക്ക്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. കൊള്ളാം, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തീർന്നു അല്ലേ. ആൻഡ് എക്സ്പ്ലെയിൻ. പിന്നെ ഡിസ്കസ് ദ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ ആൻഡ് ഹൗ ഇന്ത്യ ക്യാൻ അഡോപ്റ്റ് ദം. 9 മാർക്കിന്. ലിസ്റ്റ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് എക്സ്പ്ലെയിൻ. 10 മാർക്കിന്. സ്റ്റേറ്റ് ടാർഗറ്റ്സ്, പ്രയോറിറ്റീസ് ആൻഡ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് സെൻഡായി. 8 മാർക്കിന്. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രയോറിറ്റീസ് എന്ന് വെറുതെ ചോദിച്ചാലും നമ്മൾ സെൻഡായിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സെൻഡായി ആണ് പ്രയോറിറ്റീസും ഗൈഡിങ് പ്രിൻസിപ്പിൾസും എല്ലാം ഇറക്കിയത്. ലിസ്റ്റ് പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ ചോദിച്ചാലും സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ തന്നെ അങ്ങ് എഴുതാം. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഹൗ ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ്. 9 മാർക്കിന്. ഇപ്പോൾ സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നേരത്തെ കണ്ടില്ലേ, SFDRR. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തീർന്ന്. ഇപ്പം എന്തായാലും നിങ്ങൾക്കറിയാം. അപ്പം നമുക്കറിയാം സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ 7 ഗ്ലോബൽ ടാർഗറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഠിക്കാൻ പാടായിരിക്കും അല്ലേ. നോക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എളുപ്പം പഠിക്കാൻ നോക്കാം. റെഡ്യൂസ് ഡിസാസ്റ്റർ മോർട്ടാലിറ്റി. അപ്പം സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവരെ ടാർഗറ്റ് എന്താ, മെയിൻ ടാർഗറ്റ് എന്താ, ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക. പിന്നെ റെഡ്യൂസ് നമ്പർ ഓഫ് അഫക്റ്റഡ് പീപ്പിൾ, റെഡ്യൂസ് എക്കണോമിക് ലോസസ്, റെഡ്യൂസ് ദ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് നാഷണൽ ആൻഡ് ലോക്കൽ. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജീസിൻ്റെ എണ്ണം കൂട്ടുക, മോർട്ടാലിറ്റി കുറയ്ക്കുക, അഫക്റ്റഡ് പീപ്പിൾ എണ്ണം കുറയ്ക്കുക, എക്കണോമിക് ലോസസ് കൂടുതലുണ്ടാവാതിരിക്കുക, റെഡ്യൂസ് ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും, നമ്മൾ കൂടിയ ഇൻഫ്രാസ്ട്രക്ചറിനും ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും ഒരു പ്രശ്നം പറ്റാതെ നോക്കുക. എൻഹാൻസസ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് ഏർലി വാർണിംഗ് ആൻഡ് റിസ്ക് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി, അഫക്റ്റഡ് പീപ്പിൾ, എക്കണോമിക് ലോസസ്, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രാറ്റജീസ്, കോർപ്പറേഷൻ കൂട്ടുക, ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, കൊള്ളാം. നമുക്ക് ഓക്കെ, മാഡീസ് പൊളി. അപ്പം ഗ്ലോബൽ ടാർഗറ്റ് എന്താ, മാഡീസ്. ഒന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി കുറയ്ക്കുക, അഫക്റ്റഡ് പീപ്പിളിന് എണ്ണം കുറയ്ക്കുക. പിന്നെന്താ നമുക്ക് ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഐ ആണെങ്കിൽ എന്താ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറാണ്, കുഴപ്പമില്ല, നോക്കാം. ഇതെന്ന് പറയുമ്പോൾ സ്ട്രാറ്റജീസ് കൂടുക, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസിൻ്റെ എണ്ണം കൂട്ടുക. പിന്നെ സി എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ കൂട്ടുക. പിന്നെ എന്താ എന്ന് പറയുമ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ആയില്ലേ. അപ്പോൾ മോർട്ടാലിറ്റി ആയി, അഫക്റ്റഡ് പീപ്പിൾ ആയി, പിന്നെന്താ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആയി, റിസ്ക് റിഡക്ഷൻ ഇതാക്കി, ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു.
പിന്നെ എൻഹാൻസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ, എൻഹാൻസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. ഒരു കാര്യം ചെയ്യും, ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, ഇത് ഇൻഫ്രാസ്ട്രക്ചർ. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഡാമേജ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഡാമേജാണ്. എളുപ്പമായില്ലേ? ഇപ്പോൾ എളുപ്പമായില്ലേ? അപ്പോൾ മോർട്ടാലിറ്റി കുറയ്ക്കുക, അഫക്റ്റഡ് പീപ്പിളിൻ്റെ എണ്ണം കുറയ്ക്കുക. ഡാമേജ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ലോസസ് കുറയ്ക്കുക. ഇൻഫ്രാസ്ട്രക്ചർ, ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു പ്രശ്നം വരാതെ നോക്കുക. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് കൂട്ടുക, എണ്ണം കൂട്ടുക, കോഓപ്പറേഷൻ കൂട്ടുക, ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഗ്ലോബൽ ടാർഗറ്റ്സ് 7 പഠിച്ചു, എളുപ്പം മഡീസ്. പിന്നെ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ. എന്താണ് പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ? അണ്ടർസ്റ്റാൻഡിങ്, അത് 4 ഉള്ളൂ, അതല്ലാതെ തന്നെ പഠിച്ചോ. അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്. എന്താണ് ഡിസാസ്റ്ററിന് റിസ്ക് എന്ന് നോക്കുന്നത്? റിസ്ക് അസസ്മെൻറ്റ് വെച്ചിട്ട് ഹസാർഡ് മാപ്പിംഗ്, വൾണറബിലിറ്റി അനാലിസിസ്, ഇങ്ങനെ 3 അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ അസസ്മെൻറ്റോ അനാലിസിസോ ചെയ്തിട്ട് നമ്മൾ ഡിസാസ്റ്ററിൻ്റെ റിസ്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്. നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് ഓക്കെ പെറുക്കി കെട്ടി വെക്കാണോ? അല്ല, അത് അവിടുത്തെ കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുക്കണം, അയ്യോ ഇവിടെ വലിയൊരു ദുരന്തം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്. Okay, we strengthen the disaster risk governance. Strong institutions like NDMA, SDMA, etc. Policy integration, planning and accountability. Okay, അപ്പോൾ ഓരോ ആൾക്കാരും എന്തിനാണ് അക്കൗണ്ടബിൾ എന്ന്. അപ്പോൾ നമ്മളിപ്പം NDMA എന്ന് തുടങ്ങി നമ്മൾ DDMA അങ്ങ് ലോക്കൽ വരെ ഉണ്ടല്ലേ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വരെ ഉണ്ട്. ഓക്കെ, ലോക്കൽ വരെ ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും കറക്റ്റ് ജോബ്സും റോൾസും കൊടുത്താൽ ഡിസാസ്റ്റർ വരുമ്പോൾ they will be held accountable for that role. Investing in disaster risk reduction for resilience, safe infrastructure, retrofitting, flood protection, investing in early warnings and health system. നമ്മൾ മറ്റേ സ്ട്രക്ചറൽ സപ്പോർട്ടിൽ വരുന്നതാണ്, സ്ട്രക്ചറൽ കപ്പാസിറ്റി ബിൽഡിങ്ങിൽ വരുന്നതാണ്. എൻഹാൻസിങ് പ്രിപ്പയർഡ്നെസ് ഫോർ റെസ്പോൺസ് ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ. ഓക്കെ, എമർജൻസി പ്ലാനിങ്, ഡ്രിൽസ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. ഓക്കെ, പിന്നെ ബെറ്റർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റെസിലിയൻറ്റ് റിക്കവറി. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഫ്ലഡ് വന്നാൽ എന്താണ് നമ്മൾ തിരിച്ച് അതേപോലെ കെട്ടാൻ അല്ല, ഇനിയും ഫ്ലഡ് വന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കും നമ്മൾ കെട്ടുന്നത്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ ആയാലും ബെറ്റർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റെസിലിയൻറ്റ് റിക്കവറി. ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് പറഞ്ഞു, പിന്നെ ഇതൊക്കെ എന്താ പറഞ്ഞാൽ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്, സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക്, ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫോർ റെസിലിയൻസ്, പിന്നെ എൻഹാൻസിങ്. ഓക്കെ, UC, okay, enhancing preparedness for response and build back better. ഇനി അടുത്തത് നമ്മൾ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? ഓൾ ഓഫ് സൊസൈറ്റി അപ്രോച്ചാണ്. സെൻട്രൽ റോൾ ഓഫ് ദി സ്റ്റേറ്റ്. പിന്നെ എന്താ പറയുക, ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ് സെൻഡായി ഫ്രെയിംവർക്ക് അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ആസറ്റ്സ്, ഇൻക്ലൂസീവ്നെസ്, വിമൻ, ഡിസേബിൾഡ്, പുവർ, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ഇതാണല്ലേ. അപ്പോൾ എല്ലാവരും സഹായിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഓക്കെ, അതാണ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റേ NDMA അതും കൂടി ഉദ്ദേശിച്ചാണ്, പിന്നെ എല്ലാവരും സഹായിക്കണം എന്നും കൂടി ഉദ്ദേശിച്ചാണ്. ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, മൾട്ടി സെക്ടർ ആൻഡ് മൾട്ടി ഹസാർഡ് അപ്രോച്ച്. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രയോറിറ്റി 4 പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നില്ലേ, നോക്കാം. എന്താ അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് മെത്തേഡ് നടന്നിട്ടും SWOT അനാലിസിസ് എല്ലാം നടന്നിട്ടാണ്. നമ്മൾ നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ നോയിങ് ദ ഹസാർഡ്, എക്സ്പോഷർ, സിവിയറിറ്റി, വൾണറബിലിറ്റി ആൻഡ് കപ്പാസിറ്റി. ഓക്കെ, കളക്ടിങ് സയൻറ്റിഫിക് ആൻഡ് കമ്മ്യൂണിറ്റി നോളജ്. ഇവിടെ എന്ന് പറയുമ്പോൾ നോയിങ് ഹസാർഡ് എന്താണ് പൊട്ടൻഷ്യൽ ടു കോസ് ദ ഡാമേജ്, എക്സ്പോഷർ എത്രത്തോളം എക്സ്പോസ്ഡ് ആണ് കമ്മ്യൂണിറ്റി, വൾണറബിൾ ആണോ, വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, കപ്പാസിറ്റി അതിന് അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ എന്ന് ഡിസാസ്റ്റർ വന്നാലും. അതൊക്കെ കളക്ടിങ് സയൻറ്റിഫിക് ആൻഡ് കമ്മ്യൂണിറ്റി നോളജ്. ഓക്കെ, അങ്ങനെ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം നമ്മൾ എന്താണ് അസസ് ചെയ്യുന്നത്, ഡിസാസ്റ്റർ റിസ്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ. ഹൗ ഇന്ത്യ ക്യാൻ അച്ചീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പാൻഡ് IMD, CWC ആൻഡ് NRSC മോണിറ്ററിംഗ് നെറ്റ്വർക്ക്സ്. ഓക്കെ, IMD എന്ന് പറയുന്നത് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, CWC എന്ന് പറയുമ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, NRSC എന്ന് പറയുമ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. അപ്പം ഇവരൊക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിസാസ്റ്റർ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ മീനിങ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ IMD എന്താ, ഇൻക്രീസ് ദ വെതർ മോണിറ്ററിംഗ് സ്റ്റേഷൻസ്, എക്സ്പാൻഡ് ഫ്ലഡ് ആൻഡ് റിവർ ഗേജ് സ്റ്റേഷൻസ്, strengthen the satellite-based monitoring, അതാണ് NRSC, improve data collection and early warnings. ഓക്കെ, അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഇംപ്രൂവ് GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അറിയില്ലേ. പിന്നെന്താ, strengthen school or community awareness, develop local risk inventories and loss databases, enhance climate research and forecasting. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആൻസറാണിത്.
ഇനി അടുത്ത നമ്മൾ കപ്പാസിറ്റി അസസ്മെൻറ്റ് മെത്തേഡ്. ഇത് ഓൾറെഡി മൊഡ്യൂൾ 4 പറഞ്ഞാണ്. എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഫോർ അസസ്സിങ് കപ്പാസിറ്റി. നമ്മൾ കപ്പാസിറ്റി ബിൽഡിങ്ങിനെ കുറിച്ചാണ് മൊഡ്യൂൾ 4 പറഞ്ഞത്. അസസ് ചെയ്യുന്നത് എങ്ങനെ കപ്പാസിറ്റി, ഒരു കമ്മ്യൂണിറ്റീൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ വരുന്ന ആ സ്റ്റേറ്റിൻ്റെ കപ്പാസിറ്റി എങ്ങനെ അസസ് ചെയ്യും. ഓക്കെ, കമ്മ്യൂണിറ്റി കേപ്പബിലിറ്റി അനാലിസിസ്. കമ്മ്യൂണിറ്റീൻ്റെ കേപ്പബിലിറ്റി ആദ്യം അനലൈസ് ചെയ്യും. പിന്നെ റിസോഴ്സ് ഇൻവെൻട്രി മാപ്പിംഗ്. ഓക്കെ, അപ്പം ഇവർക്ക് ഇനി എന്തെങ്കിലും വന്നാലും അതിനുള്ള എന്താണ് റിസോഴ്സ് ഉണ്ടോ, ആ റിസോഴ്സ് വെക്കാനുള്ള ഇൻവെൻട്രി ഉണ്ടോ, അതൊക്കെ. SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്സ്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഓക്കെ, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുന്നു. നമ്മളെന്താ ചെയ്യുന്നത്, കപ്പാസിറ്റി, ഒരു കമ്മ്യൂണിറ്റീൻ്റെ കപ്പാസിറ്റി അസസ് ചെയ്യാണ്, ഇവർക്ക് ഡിസാസ്റ്റർ താങ്ങാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇറ്റ് ഈസ് എ ടൂൾ. SWOT അനാലിസിസ് ഇസ് എ ടൂൾ യൂസ്ഡ് ടു അസസ് ഇൻറ്റേർണൽ കേപ്പബിലിറ്റീസ് ആൻഡ് എക്സ്റ്റേർണൽ കണ്ടീഷൻസ്. സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് നമ്മൾ പറഞ്ഞു. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ കീ സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്, പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്, സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട് അല്ലേ. അപ്പം അവരൊക്കെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെയൊക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ മാപ്പിംഗ്, പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സ് ലൈക്ക് പാർട്ടിസിപ്പേറ്ററി, റൂറൽ അപ്രൈസൽ ടൂൾസ്, ഫോക്കസ് ഗ്രൂപ്പ്സ് എക്സെട്ര. ഇനി മൊഡ്യൂൾ 5 കഴിഞ്ഞു. മൊഡ്യൂൾ 5 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞു. നമ്മൾ നോക്കുകയാണെങ്കിൽ റോൾ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓൾറെഡി പറഞ്ഞല്ലേ, ചീഫ് മിനിസ്റ്റർ ആണ് ചെയർ ചെയ്യുന്നത്. പ്രിപ്പയർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പ്ലാൻ കഴിഞ്ഞു. അതായത് NDMA ആണെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ആണ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്തായിരിക്കും ഉണ്ടാക്കുന്നത്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ പ്ലാൻ. ഓക്കെ, സ്റ്റേറ്റിൽ എന്തെങ്കിലും നടന്നാൽ, ഡിസാസ്റ്റർ വല്ലതും നടന്നാൽ ഇവരായിരിക്കും ആദ്യത്തെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. കോർഡിനേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് DDMA. ഓക്കെ, ഇവന്മാരുടെ അടിയിലുള്ളവരെ കൺട്രോളും കോർഡിനേറ്റും ചെയ്യും. ഇംപ്ലിമെൻറ്റ്സ് NDMA ഗൈഡ് ലൈൻസ്. 3 നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് തന്നെ നോക്കി നോക്കിയാലോ. നാഷണൽ ഡിസാസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലഡ്സിൽ ആരൊക്കെ വരുന്നത്, 2 പോവും. അപ്പോൾ ആസാമും പിന്നെ അടുത്ത നമ്മളായിരിക്കും ബീഹാർ. പിന്നെ നമ്മൾ സൈക്ലോൺ വരുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒഡീഷാൻ. അപ്പോൾ അത് ഒഡീഷയും ആന്ധ്രാപ്രദേശും. പിന്നെ നമുക്കറിയാം എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെന്താ പറഞ്ഞത്, EFGH. അതിൽ F അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഗുജറാത്തും ഹിമാലയാസിലും. പിന്നെ ലാൻഡ് സ്ലൈഡ് ആണെങ്കിൽ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഹിമാലയയും വെസ്റ്റ് ബംഗാളും. എളുപ്പം പൊളി സാധനം. EFGH, ഒഡീഷാൻ, ആസാം, ബീഹാർ. സെറ്റ്. ഇനി NIDM. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, അവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആമാണെന്ന് പറഞ്ഞു അല്ലേ. ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആം, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ കപ്പാസിറ്റി ബിൽഡിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെന്താ, റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അമ്മമാർ 2 പോയിൻ്റ് ആക്കി എഴുതി വെച്ചേക്കാം. കൊള്ളാം. പോളിസി സപ്പോർട്ട് ടു NDMA. NDMAക്ക് ഒരു സപ്പോർട്ടായിട്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിൽക്കും. NDMAക്കാണ് കണ്ടക്ട്സ് വർക്ക്ഷോപ്പ് ആൻഡ് കോഴ്സസ്. എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ബൈ കണ്ടക്ടിങ് വർക്ക്ഷോപ്സ് ആൻഡ് കോഴ്സസ്. എളുപ്പമല്ലേ. പിന്നെ മാൻമെയ്ഡ് നാച്ചുറൽ ഡിസാസ്റ്റർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കോസ് ബൈ എൻവയോൺമെൻറ്റൽ ഫോഴ്സസ് ആണ്. മാൻമെയ്ഡ് ആണെങ്കിൽ ഡ്യൂ ടു ഹ്യൂമൻ എറർ ഓർ ഫെയിലിയർ ആണ്. മാൻമെയ്ഡിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ സ്പിൽസ്, ഇൻഡസ്ട്രിയൽ ഫയർ. നാച്ചുറൽ ആണെങ്കിൽ നമുക്കറിയാമല്ലേ, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, എർത്ത് ക്വേക്ക് അങ്ങനെ. ഇനി നമ്മൾ ഇൻ്റർ റിലേഷൻ ഓഫ് NDMP വിത്ത് അതർ നാഷണൽ പോളിസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറേ വാട്ടർ പോളിസി എല്ലാം പറഞ്ഞില്ലേ. ലിങ്ക് വിത്ത് ക്ലൈമറ്റ്, വാട്ടർ, എൻവയോൺമെൻറ്റ്, health and urban policies, ensures multi-sector disaster risk reduction, integration, etc. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാണ് ആൻസർ അങ്ങനെ വലുതായിട്ട് ചെയ്തത്. ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ലോസ് ഇൻ ഇന്ത്യ ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഫോളോസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഓഫ് 2005. ഓക്കെ, അതാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറയുന്നത്, ഫാക്ടറി ആക്ട് ഉണ്ട്. ഫാക്ടറി ആക്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രീസിലെല്ലാം വരുന്ന ഡിസാസ്റ്ററൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കെമിക്കൽ സ്പിൽസ്, ഗ്യാസ് ലീക്കേജ് അതൊക്കെ ഇനി ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറി ആക്ട്സ്. അപ്പോൾ ഇവരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫാക്ടറി ആക്ട്സ് ആണ്, ഇൻഡസ്ട്രിയൽ ഹസാർഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇന്ത്യ ഓൾറെഡി ഫോളോ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ എൻവയോൺമെൻറ്റ് ലോസ് EPA ഓഫ് 1986. ഓക്കെ, ഇതുവരെ പുതുക്കാനായില്ല, കുഴപ്പമില്ല. ഫയർ സേഫ്റ്റി റൂൾസും ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി എന്താ, ഡിഫൈൻ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് എക്സാമ്പിൾസ്. എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്സിഡൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇഗ്നറൻസ്. എക്സാമ്പിൾസ്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മിത്താലൈസിസ് അതിനായിട്ടാണ്, വേണ്ട നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായിരുന്നു ഗ്യാസ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് പറയുള്ളൂ. ട്രെയിൻ ആക്സിഡൻറ്റ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കാരണം വരുന്നതാണ്. സുനാമി എങ്ങനെയാണ് വരുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുനാമി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ ഹ്യൂജ് സീ വേവ് അല്ലേ, ഹ്യൂജ് സീ വേവ് കമ്മിങ് ഫ്രം ഓഷ്യൻസ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസ്. അതെങ്ങനെയാണ് വരുന്നത്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അണ്ടർ സീ എർത്ത് ക്വേക്ക്. അതിൻ്റെ അണ്ടർ സീൻ്റെ ബെഡിലെല്ലാം എർത്ത് ക്വേക്ക് ഒക്കെ സംഭവിച്ചാൽ, ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ സംഭവിച്ചാലും ദിസ് ക്യാൻ കോസ് ദിസ് ഹ്യൂജ് സീ വേവ്സ് ഓർ വി കോൾ ഇറ്റ് ടു ബി സുനാമി. പിന്നെന്താ, റോൾ ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് ലോക്കലി.
കൊള്ളാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും ലോക്കലി, കണ്ടക്ട്സ് അവയർനെസ് ആൻഡ് ഇവാക്യുവേഷൻ, മെയിൻറ്റെയിൻ ഷെൽട്ടേഴ്സ്, വാർണിംഗ് സിസ്റ്റംസ് എക്സെട്ര. ഇനി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയത്? നമ്മൾ NDMA ആണ് ഉണ്ടാക്കുന്നത്, ഇവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? നമ്മളിങ്ങനെ വരച്ചില്ലായിരുന്നു. റെഡ്യൂസ് ദ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, സ്ട്രെങ്തൻ പ്രിപ്പയർനെസ്, ഇൻറ്റഗ്രേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിത്ത് ഡെവലപ്മെൻറ്റ്. അതായത് ഒന്ന് ഡിസാസ്റ്റർ കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണമല്ലോ. അതായത് തിരിച്ച് ബാക്ക് ടു നോർമൽ അല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു. അത് ഡെവലപ്മെൻറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും വിത്ത് ഡെവലപ്മെൻറ്റ്. ഓക്കെ. പിന്നെ റിഡ്യൂസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അറിയാം. സ്ട്രെങ്തൻ പ്രിപ്പയർനെസ്. അപ്പം ഇങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വരുന്നതിന് മുന്നുള്ള പ്രിപ്പയർനെസ് സ്ട്രെങ്തൻ ചെയ്യും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ശേഷമുള്ള ഇൻറ്റഗ്രേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിത്ത് ഡെവലപ്മെൻറ്റ്. ഓക്കെ. പിന്നെ ഇനി ഡിസാസ്റ്റർ വന്നുള്ള റെഡ്യൂസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഓക്കെ. പിന്നെ ബിൽഡ് റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഇത് കഴിഞ്ഞിട്ട് ബിൽഡ് റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റി. ഇവർക്ക് ക്രൈസിസ് കൗൺസിലിംഗ് അതൊക്കെ കൊടുത്തിട്ട് എന്താണ് ഒരു റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അങ്ങനെ നമ്മളെ മൊഡ്യൂൾ 5 തീർന്നു. നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി S6ഉം S7ഉം ഞാൻ പറഞ്ഞു, S7 ഓൾറെഡി ഇട്ടിട്ടുണ്ട്. S6ഉം ഇടാനുള്ള പ്ലാനുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് നോട്ട്സ് എടുക്കാൻ കുറേ അധികം പാടുപെട്ടു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒരുമിച്ച് കമ്പൈൽ ചെയ്ത എല്ലാം ആൻസേഴ്സ് മാത്രം ഉണ്ടാക്കി എത്രത്തോളം ചുരുക്കാൻ പറ്റുന്നു അത്രത്തോളം ചുരുക്കിയിട്ടുണ്ട്. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് അല്ല, ഓൾ ദി ബെസ്റ്റ്.